ഞാനിന്നൊരു കായ്ക്കറി ഉണ്ടാക്കുന്നത്. 2 കായ് എടുത്തിട്ടുണ്ട്. അതിനായിട്ട് അത് മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പിട്ട് അടുപ്പത്ത് വെക്കുക. ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മുളക് പൊടി ഇടുക, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഒരു നുള്ള് ജീരകം അരച്ചെടുക്കുക. അരവീട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിടാം. അടുപ്പത്ത് ചട്ടി വെക്കാം. ചട്ടി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഉലുവ, ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയൊന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് മുറിച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് വഴറ്റി കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നേരത്തെ ഉപ്പിട്ടതാണ് കഷ്ണത്തിന്, അപ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് അരവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ച കായില്ലേ, അതുകൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ഒരു കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളിക്ക്. പിന്നെ കറിവേപ്പില, നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അടച്ചു വെച്ച് വേവിക്കുക. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. തക്കാളിയൊന്നും അധികം വെന്തുടഞ്ഞിട്ടില്ല. ഇതുപോലെ ആയാൽ മതി. കറി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിലെ കറിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് വറവിന് തയ്യാറാക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളിയാണ് ഞാൻ വറവിനിടുന്നത്. ഉള്ളി കുറച്ച് നല്ലോണം മൂത്ത് വരണം. ഇപ്പോൾ ഉള്ളി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റിയായ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.